നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പല സ്ത്രീകളും വീടിന് പുറത്തു പോയി ജോലി ചെയ്യാൻ കഴിയാതെ വിഷമിക്കുന്നവരാണ്. പല കാരണങ്ങൾ കൊണ്ടും. ചിലപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കാനുള്ളത് കൊണ്ടോ, വീട്ടിൽ മറ്റു പ്രായമായ ആളുകൾ ഉള്ളത് കൊണ്ടോ, അവരെ നോക്കാനുള്ളത് കൊണ്ടൊക്കെ പലർക്കും ഇന്ന് പുറത്തു പോയി ജോലി ചെയ്യാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്ത് വരുമാനം കണ്ടെത്താൻ വേണ്ടിയിട്ട് നോക്കുന്നവരായിരിക്കും. അങ്ങനെ വീട്ടമ്മമാർക്ക് ചെയ്യാൻ സാധിക്കുന്ന, വലിയ റിസ്ക് ഇല്ലാതെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ചെയ്യാനായിട്ട് സാധിക്കുന്ന കുറച്ച് സംരംഭങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. ആദ്യമേ തന്നെ പറയാം, കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അങ്ങനെ വീട്ടമ്മമാർക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് സംരംഭങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നാമത്തേതാണ് സോപ്പ് നിർമ്മാണം അല്ലെങ്കിൽ സോപ്പ് പൊടി നിർമ്മാണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മളിപ്പോ ആയുർവേദിക് സോപ്പ് ആയിക്കൊള്ളട്ടെ, അതല്ല സാധാരണ ഫാൻസി സോപ്പ് ആയിക്കൊള്ളട്ടെ, വലിയൊരു വില കൊടുത്തിട്ടാണല്ലേ നമ്മൾ പുറമെ കടയിൽ നിന്ന് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഈ നമ്മുടെ ഉപയോഗത്തിനുള്ള സോപ്പ് നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണെങ്കിലോ, അങ്ങനെ സോപ്പ് നിർമ്മിക്കാൻ സാധിക്കുകയാണെങ്കിൽ രണ്ട് ഗുണങ്ങളാണ്. ഒന്ന്, നമുക്ക് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ നമുക്കത് പുറമെ മാർക്കറ്റിലേക്ക് എത്തിക്കുകയാണെങ്കിൽ, ഒരു വിപണിയിലേക്ക് എത്തിക്കുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ടൊരു ലാഭം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വേണ്ട, ഒട്ടും റിസ്ക് ഇല്ല. നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന, നമ്മുടെ ചുറ്റുപാട് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ആയുർവേദിക് സോപ്പുകൾ, മഞ്ഞൾ, അതുപോലെ കറ്റാർവാഴ, തുളസി തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് സോപ്പ് നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോ നമ്മൾ എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കുന്നത്, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇതിനെ പറ്റിയിട്ടൊക്കെ സംശയമുള്ളവർക്ക് സോപ്പ് നിർമ്മിക്കുന്നതിനെ പറ്റിയിട്ടുള്ള, വിവിധ രൂപത്തിലും ഭാവത്തിലൊക്കെയുള്ള സോപ്പ് നിർമ്മിക്കുന്നതിനെ പറ്റിയിട്ടുള്ള പലതരത്തിലുള്ള ട്യൂട്ടോറിയൽസ് ഒക്കെ ഇന്ന് യൂട്യൂബിൽ തന്നെ ധാരാളം അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി, അതൊക്കെ പഠിച്ച് നമുക്ക് സ്വന്തമായിട്ട് സോപ്പ് നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിപ്പോ നമുക്ക് ഒരാൾക്ക് വേണമെങ്കിൽ നമുക്ക് മാത്രമായിട്ട് ചെയ്യാം. ഇനിയിപ്പോ നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു യൂണിറ്റ് ആയിട്ടൊക്കെ പ്രവർത്തിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന സോപ്പ് ഫസ്റ്റ് നമ്മൾ ഉപയോഗിച്ച് നോക്കി, നമ്മുടെ കൂടെയുള്ളവരെയൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിപ്പിച്ചു, അതിനുശേഷം നമുക്കതൊരു മാർക്കറ്റിലേക്ക് എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു മേഖലയിൽ സക്സസ്ഫുൾ ആകാനായിട്ട് സാധിക്കും. അങ്ങനെ വീട്ടമ്മമാർക്ക് ചെറിയ രീതിയിൽ തുടങ്ങാൻ പറ്റിയ ഒരു സംരംഭമാണ് സോപ്പ് നിർമ്മാണം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട്, നിങ്ങൾക്ക് നന്നായിട്ട് തയ്ക്കാൻ അറിയാമോ? പല ഡിസൈനിൽ, പല മോഡലിൽ, പല ഫാഷനിൽ നല്ല ഭംഗിയായിട്ട് ഡ്രസ്സ് തയ്ക്കാൻ അറിയാമോ? ഇന്ന് പലരുടെയും വീട്ടിലൊക്കെ തയ്യൽ മെഷീൻ ഒക്കെ ഉണ്ട് അല്ലെ. പലരും വെറുതെ തയ്യൽ മെഷീനൊക്കെ വാങ്ങിച്ചിട്ടിരിക്കുകയാണ്. പലർക്കും ഇഷ്ടംപോലെ സമയവും ഉണ്ട്. വെറുതെ മൊബൈലിലും അല്ലെങ്കിൽ വെറുതെ മാസികയൊക്കെ വായിച്ച് കളയുന്ന സമയം തയ്ക്കാനായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്തിയാലോ? തയ്യലും അറിയാമെങ്കിലോ? അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലൊരു വരുമാന മാർഗമാണ്. ഇന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് ഹോൾസെയിൽ ആയിട്ടൊക്കെ ഡ്രസ്സ് കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഹോൾസെയിൽ ആയിട്ട് ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ കൊടുക്കുക, അവിടെ നിന്ന് ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് വളരെ ഭംഗിയായിട്ട് ചുരിദാർ, നൈറ്റി, പിന്നെ പാർട്ടി വെയറുകള്, ഇനി കുറച്ച് ത്രെഡ് വർക്കും എംബ്രോയിഡറി അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് അറിയാമെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് ഭംഗിയായിട്ട് ഡ്രസ്സ് തയ്ക്കുക. അങ്ങനെ തയ്ച്ചിട്ട് പുറമെ ബൊട്ടീക് സെന്ററിലും ഗാർമെന്റ് ഷോപ്പുകളിലും ഒക്കെ കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു വരുമാന മാർഗം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഭംഗിയായിട്ട് തയ്ക്കാൻ അറിയാവുന്ന ആൾക്കാര്, കുറച്ച് എംബ്രോയിഡറി, ത്രെഡ് വർക്ക് ഒക്കെ ചെയ്യാനായിട്ട് അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക. ഇനി വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റിയ, വരുമാനം കണ്ടെത്താൻ പറ്റിയ മറ്റൊരു മാർഗമാണ്, ഇങ്ങനെ അറിയാവുന്ന ഈ തയ്യൽ നമുക്ക് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്താലോ? എന്തുകൊണ്ടൊരു തുന്നൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു തയ്യൽ ക്ലാസ് തുടങ്ങിക്കൂടാ? നമുക്കറിയാവുന്ന ഒരു കാര്യം നമ്മൾ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിലൂടെ നമുക്ക് വളരാനായിട്ട് സാധിക്കും, നമുക്ക് അതിൽ നിന്നും ഒരു വരുമാനം കണ്ടെത്താനായിട്ട് കൂടി സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നന്നായിട്ട് തയ്യലൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാനും കൂടി ശ്രമിച്ചുകൊണ്ട് അതിൽ നിന്നൊരു വരുമാന മാർഗം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഇനി വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റിയ മറ്റൊരു ചെറിയൊരു സംരംഭമാണ് പേപ്പർ ബാഗ് നിർമ്മാണം. നമുക്കറിയാം, ഒരു സമയത്ത് നമ്മുടെ പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സ് ഒക്കെ നമ്മൾ പൂർണ്ണമായിട്ടും ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സിന്റെ ഒക്കെ ഉപയോഗം വളരെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പേപ്പർ ബാഗുകൾ, തുണിസഞ്ചികള് ഇതൊക്കെയാണ് ഇപ്പോ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ സമയത്ത് നമ്മൾ പേപ്പർ ബാഗുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഇക്കോ ഫ്രണ്ട്ലി ആണ്.
അതുകൊണ്ട് അത് നമുക്ക് ഒരുപാട് പ്രകൃതിക്ക് ഹാംഫുൾ ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ പേപ്പർ ബാഗുകൾ, ഇനിയിപ്പോ പേപ്പർ ബാഗ് നിർമ്മാണത്തിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഇതിന് വേണ്ട റോ മെറ്റീരിയൽസ് ലഭിക്കും, അല്ലെങ്കിൽ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കും, അതിനെ പറ്റിയിട്ടൊക്കെയുള്ള ഡൗട്ട്സ് ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഈ കാര്യത്തിലും ഇഷ്ടംപോലെ ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ് കേട്ടോ. യൂട്യൂബിൽ തന്നെ അല്ലെങ്കിൽ പല സൈറ്റിലും ഒരുപാട് ട്യൂട്ടോറിയൽസ് ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് അതിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് സമയമൊക്കെ ഉള്ളവർക്ക് ഇതിലോട്ടേക്ക് വരാവുന്നതാണ് കേട്ടോ. അങ്ങനെ പേപ്പർ ബാഗ് നിർമ്മാണം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ചെയ്യാനായിട്ട് പറ്റിയ നല്ലൊരു വരുമാന മാർഗമാണ്. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ എക്സ്പെർട്ട് നോളജ് ഉള്ളവരാണോ? നിങ്ങൾക്ക് ആ സബ്ജക്ട് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുമോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു വലിയ അവസരമുണ്ട്. കൊച്ചു കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുക അല്ലെങ്കിൽ ട്യൂഷൻ സെന്റർ നടത്തുക എന്ന് പറയുന്നത് മറ്റൊരു നല്ലൊരു വരുമാന മാർഗമാണ്. നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണോ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിലാണോ എക്സ്പെർട്ട് നോളജ് ഉള്ളത്, ആ വിഷയം കുട്ടികൾക്ക്, സ്കൂൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ട്യൂഷൻ എടുത്തു കൊടുത്തുകൊണ്ട് നല്ലൊരു വരുമാനം ഇന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ന് ഏത് സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിലും കൂടുതൽ കുട്ടികൾ ഒരുപാട് പേര് ട്യൂഷന് പോകുന്നവരാണ് അല്ലെ. സ്കൂളിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ഇതിന് പുറമെ ഒത്തിരി കുട്ടികൾ ഇന്ന് ട്യൂഷന് പുറമെ ട്യൂഷൻ സെന്ററിലൊക്കെ പോയി ട്യൂഷനൊക്കെ ചേരുന്നവരാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് പുറമെ പോയി കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് അതിനുള്ളൊരു വഴിയുണ്ട്. ഇപ്പൊ ഇഷ്ടം പോലെ വെബ്സൈറ്റുകളുണ്ട്, ഓൺലൈനായിട്ട് ട്യൂട്ടേഴ്സിനെ നോക്കുന്നവര്, ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നവർ, അവരൊക്കെ ട്യൂട്ടേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, ഒരുപാട് വെബ്സൈറ്റുകൾ ലഭ്യമായിട്ടുണ്ട്. സൈറ്റിൽ കയറുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ക്വാളിഫിക്കേഷൻസ് ഒക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക, ട്യൂട്ടറായിട്ട് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളെ സൈറ്റിൽ തന്നെ പ്രൊവൈഡ് ചെയ്യും, അവർക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു വരുമാന മാർഗം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്.